ഹലോ! അങ്ങനെ സ്നേഹക്കൂട്ടില് എല്ലാവരും സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു. മഹാലക്ഷ്മി അമ്മയും എല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ മഹാലക്ഷ്മി അമ്മയ്ക്ക് എന്നാലും ഇവരെ തിരികെ വിളിക്കണം എന്നുള്ളൊരു മനസ്സ് വന്നിട്ടില്ലാട്ടോ. പൊന്നുമടത്തിലേക്ക് ഇവരെ തിരികെ കേറ്റണം എന്ന മനസ്സൊന്നും വന്നിട്ടില്ല. നമ്മുടെ ഇന്ദ്രിയത്തിന് എല്ലാവരും കൂടി തല്ലിച്ചതച്ച് ഓടിച്ചിടുന്നുണ്ടല്ലേ. അങ്ങനെ നമ്മുടെ ഇന്ദ്രിയത്ത് പിന്നീട് ചെല്ലുന്നത് ഇന്ദ്രപ്രസ്ഥത്തിലേക്കാട്ടോ. അപ്പൊ അവിടെ നമ്മുടെ രാജലക്ഷ്മി അമ്മ ഭയങ്കര സങ്കടപ്പെട്ട് നമ്മുടെ ഇന്ദ്രിയത്തിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് സ്വീകരിക്കുന്നൊക്കെയുണ്ട്. ഇതോടുകൂടിയെങ്കിലും നമ്മുടെ ഇന്ദ്രിയത്ത് മാറുമോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. നമ്മുടെ അമ്മ മാറിയ പോലെ മകൻ മാറിയാല് കൊള്ളാമായിരിക്കും. അല്ലെ പ്രേക്ഷകര്? എന്തായാലും പക്ഷെ പരമ്പരയിലൊരു വില്ലൻ വേണമല്ലോ അല്ലെ? അതും മനസ്സിലാക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പുറത്ത് നമ്മുടെ സേതു ആണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ്. അമ്മ തന്നെ തന്നോട് പറഞ്ഞ ആ ഒരു വാക്കുകളും ചെയ്ത പ്രവർത്തികളൊക്കെ ഓർത്ത് നമ്മുടെ സേതു ഇപ്പോഴും സങ്കടത്തിലാണ്. അപ്പൊ നമ്മുടെ പല്ലവി ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. കൂടെ നമ്മുടെ പൂർണിമാമയും നമ്മുടെ സേതുവിനൊപ്പം നിൽക്കുന്ന ഒരു നിമിഷങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിച്ചതേ. കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.